പത്രോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ യാത്രയിൽ അവൻ ഇങ്ങനെ പുറകെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംശയമൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, സകലവും വിട്ട് ഞാൻ നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെയാണ് കർത്താവ് ഒരു ഉപമ പറയുന്നത്. മുന്തിരിത്തോട്ടത്തിൽ ആമേൻ കൂലി പറഞ്ഞ് വേലയ്ക്ക് വന്നവരെ കുറിച്ച് കാണുന്നത്. 9 മണി നേരത്തും 10 മണി നേരത്തുമൊക്കെ കൂലി പറഞ്ഞ് ആമേൻ ജോലിക്ക് വന്ന ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് കാണാൻ പറ്റും. എന്നാൽ 11 മണി നേരത്തെ യജമാനൻ ചെന്ന് നിൽക്കുമ്പോൾ കൂലിയൊന്നും പറയാനില്ല. സമയം മൊത്തം നഷ്ടമായി. അവരോട് ചോദിച്ചു, എന്താ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരും വിളിച്ചിട്ടില്ല. ഉടനെ യജമാനൻ പറഞ്ഞു, സ്തോത്രം, വാ എൻ്റെ കൂടെ വാ, ആമേൻ, ന്യായമായത് തരാം. അവരൊന്നും പറഞ്ഞ ഒത്തിട്ടല്ല വന്നത്, ഒരു വിളിയുടെ പുറകെ പോയി. എന്നാൽ സ്തോത്രം, വൈകുന്നേരം എല്ലാവർക്കും കൂലി കൊടുത്തപ്പോൾ ആദ്യം വന്നവനും ലഭിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്നവനും ലഭിച്ചു. ഹല്ലേലൂയ. അതിന് കാരണം എന്താണ്? ഒരു ഡിമാൻഡുകളും വെക്കാതാണ് അവർ വന്നത്. യേശു പത്രോസിനോട് പറയുന്ന കാര്യമാണ്, ഈ ഉപമകളോട് പറയുകയാണ്, നീ ഒരു ഡിമാൻഡും വെച്ച് എൻ്റെ കൂടെ വരണ്ട. പക്ഷേ അവസാനം നിന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ മറ്റെല്ലാവരെക്കാളും കൂടുതൽ നിന്റെ അക്കൗണ്ടിലായിരിക്കും. സ്തോത്രം. പല ഡിമാൻഡുകൾ വെച്ച്, പല സാധ്യതകൾ വെച്ച് ജീവിതം നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ നിനക്കായിരിക്കും ലാഭം കേട്ടോ, നിനക്കായിരിക്കും ലാഭം കേട്ടോ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില നഷ്ടങ്ങൾ നിൽക്കുന്നവരെ ലാഭത്തിലേക്ക് തിരിക്കുവാൻ പോകുകയാണ്. തകർച്ചകൾ കിടക്കുന്നവരെ ദൈവം വലിയൊരു ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നല്ല കർത്താവ് ഇവിടെ ഉണ്ട്.